നാളെ ദിലീപ് ഏട്ടൻ്റെ ബബ്ബബ്ബ റിലീസാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഒന്ന് ജനപ്രിയ നായകൻ, രണ്ടാമത് കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ പ്രസൻസും പടത്തിലുണ്ട്. രണ്ടുപേരും നല്ല ഫാൻ ബേസ് ഉള്ള, കേരളത്തിൽ നല്ല ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പോൾ അത്രയ്ക്കധികം ക്രൗഡ് പുള്ളിങ് പടത്തിനുണ്ടാവും. അതാണ് ഇത്രയും ടിക്കറ്റ്സൊക്കെ ബുക്കിങ് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും പോണത്. രണ്ടുപേരും ഫാമിലി ഓഡിയൻസിൻ്റെ പ്രിയപ്പെട്ട നടന്മാരാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ അത് നമ്മൾ ഇതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ കയറണത് നമ്മളെ കലയെ ആസ്വദിക്കാനാണ്, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതായിട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാമലീല എന്ന് പറഞ്ഞ പടം ഇറങ്ങുമ്പോൾ അദ്ദേഹം ജയിലിലല്ലേ, അങ്ങനെയാണ് ഈ പടത്തിന് ആരും കയറാണ്ടിരുന്ന. നമ്മൾ പടം കാണുന്നൊക്കെ ഒരു ടിക്കറ്റ് എടുത്ത് ഒരു ഫിലിമിന് കയറുന്നത് നമുക്ക് ഹാപ്പിനെസ് കിട്ടാനാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് സിനിമ എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് കയറണത്. നമ്മളെ സർവീസ് ടിക്കറ്റ് എടുത്ത് നമ്മൾ തിയേറ്ററിൽ കയറുമ്പോൾ അവിടെ സ്ക്രീനിൽ ഒരു പടം 2.5 മണിക്കൂർ ഒരു ഫിലിം നമുക്ക് വേണ്ടി അവർ ഇട്ട് തരാണ്. അപ്പോൾ അത് നമ്മൾ ആസ്വദിക്കാനാണ് കയറുന്നത്, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ടല്ല സിനിമയ്ക്ക് കയറുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാരണം ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂറുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നോക്കിയിട്ട് കാരണം ഈ പടം നമുക്ക് എത്രമാത്രം ഒരു ആഘോഷ ചിത്രമാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. മൂടായിരിക്കും, ഇതൊരു ആഘോഷ ചിത്രമായിരിക്കും. കാരണം വിനീത് ശ്രീനിവാസൻ്റെ മ്യൂസിക് ഗംഭീര സിനിമ എന്നുള്ള എൻ്റെ ഒരു തോട്ട്. കാരണം നല്ലൊരു അടിച്ചു പൊളിക്കുന്ന ഒരു മാസ് മസാല സിനിമ ആവാനുള്ള സകല സാധ്യതയും ഈ ബബ്ബബ്ബ എന്ന് പറഞ്ഞ പടത്തിനുണ്ടാവും.